പഞ്ചാബ് കിങ്സ്, ഡൽഹി ക്യാപിറ്റൽസ്, ലക്നൗ സൂപ്പർ ജയൻസ് ഇവരാണ് എന്റെ ഹീറോസ്. കാരണം പറയാം, ഈ മൂന്ന് ടീമുകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് വരെ ഒരൊറ്റ കപ്പ് പോലും നേടിയിട്ടില്ലെങ്കിലും എല്ലാ കൊല്ലവും തകൃതിയായി ശ്രമം നടക്കും. അങ്ങ് യൂറോപ്പിൽ പ്രതാപശാലികളായ ബാഴ്സലോണയും ഇന്റർ മിലാനും അടക്കമുള്ള ടീമുകൾ കടക്കണിയിൽ പെട്ടിരിക്കുമ്പോഴും തോറ്റു നിൽക്കുന്ന IPL ടീമുകൾക്ക് നഷ്ടം വരാത്തത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ബ്രാൻഡിംഗ് എന്നും മാർക്കറ്റിംഗ് എന്നും ഒക്കെയാവും മനസ്സിൽ തെളിയുന്ന ഉത്തരം. എന്നാൽ അത് മാത്രമല്ല, IPLന്റെ ബിസിനസ് കളികൾ വേറെയുണ്ട്. IPLൽ ജയമാണോ പണമാണോ പ്രധാനം? ഉത്തരം പണം എന്ന് തന്നെയാണ്. കളി ജയിച്ചാൽ അത് ആ ഫ്രാഞ്ചൈസിക്ക് കിട്ടുന്ന ഒരു ബോണസ് മാത്രമാണ്. കപ്പില്ലേലും കാശ് വരും. പഞ്ചാബ് കിങ്സും ഡൽഹി ക്യാപിറ്റലും 2008 മുതലും ലക്നൗ സൂപ്പർ ജയൻസ് 2021 മുതലും IPLൽ ഉണ്ടെങ്കിലും ഒരിക്കൽ പോലും കപ്പ് തൊട്ടിട്ടില്ല. കഴിഞ്ഞ 18 സീസണിലും തോറ്റു മടങ്ങിയെങ്കിലും പഞ്ചാബിന്റെ മൂല്യം 1195 മുതൽ 1200 കോടി വരെയാണ്. ഡൽഹിയുടേത് 1314 കോടിയും ലക്നൌവിന്റേത് 1054 കോടിയും. IPLന്റെ പ്രധാന സ്രോതസ് BCCIയുടെ സെൻട്രൽ പൂളാണ്. 2023 മുതൽ 2027 വരെയുള്ള മീഡിയ റൈറ്റ്സ് വിറ്റുപോയിരിക്കുന്നത് 48,390 കോടി രൂപയ്ക്കാണ്. ഈ തുകയുടെ പകുതി എല്ലാ ടീമുകൾക്കും തുല്യമായി ലഭിക്കും. അതായത് ടേബിളിൽ ഒന്നാമനായാലും 10ാമനായാലും എല്ലാ സീസണിലും 484 കോടി ഉറപ്പ്. കിരീടം നേടിയാൽ കിട്ടുക വെറും 20 കോടി. ലീഗിന് ലഭിക്കുന്ന സംരക്ഷണ അവകാശ തുക എല്ലാ ടീമുകൾക്കും തുല്യമായി വീതിച്ചു നൽകും. ഏത് ടീം കളിച്ചാലും ലാഭം തുല്യം. സ്പോൺസർമാർക്കും കളിയല്ല കാര്യം, കളി കാണാനിരിക്കുന്ന കണ്ണുകളാണ്. ഇന്ത്യൻ IPL കാണികൾ 130 കോടിയിലേറെയാണ്. അതുകൊണ്ട് തോറ്റാലും അവർക്ക് നേട്ടം തന്നെ. ഇതിനു പുറമെ IPLൽ താരങ്ങളെ സ്വന്തമാക്കാൻ ഓരോ ടീമിനും ഇറക്കാവുന്ന പണത്തിനും പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. പരമാവധി 120 കോടി. താരങ്ങളുടെ യാത്രാ ചെലവും മറ്റും ചേർത്താൽ പോലും 170 കോടി കണക്കാൻ അനുവാദമില്ല. അപ്പോൾ ഉറപ്പായ വരുമാനം 484 കോടിയും പരമാവധി ചെലവ് 170 കോടിയും. അതിൽ മാത്രം ലാഭം 314 കോടി രൂപ. സ്പോൺസർഷിപ്പോ ടിക്കറ്റ് വിൽപ്പനയോ തുടങ്ങും മുൻപേയുള്ള ലാഭമാണിത്. പിന്നെ കളി തോറ്റാലും ജയിച്ചാലും നഷ്ടമില്ല. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലാഭകരമായ ബിസിനസ് കൂടെയാണിത്. അതിന്റെ ചില കണക്ക് കൂടെ നോക്കാം. 2008 ഇന്ത്യ സിമന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ സ്വന്തമാക്കിയത് 364 കോടി രൂപയ്ക്കാണ്. അന്ന് ഏറ്റവും അധികം തുകയ്ക്ക് വിറ്റുപോയത് മുംബൈ ഇന്ത്യൻസ് ആയിരുന്നു. 487 കോടി രൂപയ്ക്കായിരുന്നു റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ടീം സ്വന്തമാക്കിയത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഷാറുഖ് ഖാൻ വാങ്ങിയത് 433 കോടി രൂപയ്ക്കും. എന്നാൽ ഇതേ ടീമുകളുടെ നിലവിലെ മൂല്യം എത്രയാണെന്ന് അറിയാമോ? ചെന്നൈ സൂപ്പർ കിങ്സ് 2033 കോടി, മുംബൈ ഇന്ത്യൻസ് 2094 കോടി, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 1918 കോടി എന്നിങ്ങനെയാണത്. നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സിന് 2008 മൂല്യം 446 കോടിയായിരുന്നു. 17 വർഷം കപ്പില്ലാതിരുന്നിട്ട് മൂല്യം കുതിച്ചുയർന്നുകൊണ്ടിരുന്നു. ഇന്ന് 2327 കോടി രൂപയുമായി ഏറ്റവും മുന്നിലാണ്. വിരാട് കോഹ്ലി എന്ന ബ്രാൻഡും ബാംഗ്ലൂർ എന്ന മാർക്കറ്റുമാണ് അവിടെ ലാഭം. NFL, NBA എന്നീ അമേരിക്കൻ ലീഗുകളെ മാതൃകയാക്കിയാണ് IPL രൂപപ്പെടുത്തിയത്. അത് യൂറോപ്യൻ കപ്പുകളുടെ രീതിയിൽ നിന്നും വ്യത്യസ്തമാണ്. യൂറോപ്പിൽ പ്രൊമോഷൻ ആൻഡ് റെലഗേഷൻ എന്ന രീതിയാണ്. ഒരു സീസൺ മോശമാക്കിയാൽ വമ്പന്മാർക്ക് പോലും തിരിച്ചടി ഉണ്ടാകും. 2ാം ഡിവിഷനിലേക്ക് തരം താഴ്ത്തപ്പെടും. അതിനു പുറമെ ഓരോ താരത്തിനും വേണ്ടി മുടക്കേണ്ടി വരിക പരിധിയില്ലാത്ത തുകയും. പക്ഷെ അമേരിക്കൻ ലീഗുകളിൽ ടീം പുറത്തു പോകില്ല. ക്ലോസ്ഡ് ലീഗാണ്. ഇതേ ഉറപ്പാണ് IPL നിക്ഷേപകർക്ക് നൽകുന്ന ധൈര്യം. എത്ര കൊമ്പനായാലും ഒരു താരത്തെ സ്വന്തമാക്കാൻ അനുവദനീയമായ പരിധി ലംഘിക്കാനാകില്ലെന്നത് ഒരു സംരക്ഷണ കവചമാണ്. യൂറോപ്യൻ ക്ലബ്ബുകൾ പലതും നിലനിൽപ്പിനായി കഷ്ടപ്പെടുമ്പോൾ അമേരിക്കൻ ലീഗുകളിലെ ടീമുകളുടെ മൂല്യം വർഷം തോറും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. IPLൽ പഞ്ചാബ് കിങ്സിനും RCBക്കും സംഭവിച്ചതും ഇതാണ്. ഒരു കളി പോലും ജയിക്കാത്ത ടീമിനെ വിൽക്കാൻ തീരുമാനിച്ചാൽ പോലും ഉടമയ്ക്ക് ആയിരക്കണക്കിന് കോടി രൂപ ലാഭം ലഭിക്കും. ടീമുകൾ പാപ്പരാകില്ല. കളി ഗ്രൗണ്ടിലും ബിസിനസ് കോർപ്പറേറ്റ് തലത്തിലുമാണ്.